കള്ളന് കിട്ടിയ നാഗമാണിക്യം. ഒരു മുത്തശ്ശിക്കഥ. 1920 വയനാട്ടിലെ മാനന്തവാടി മലയുടെ മുകളിലെ ഒരു ചെറിയ ഗ്രാമം. വിരലിലെണ്ണാവുന്ന മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. അവിടെ ഒരു കള്ളനുണ്ടായിരുന്നു, ഉള്ളാണി പപ്പൻ. പപ്പന് ബന്ധുക്കളായി ആരും ഉണ്ടായിരുന്നില്ല. ഇരുട്ടിന്റെ മറവിൽ ചെറിയ മോഷണങ്ങൾ നടത്തുന്നത് നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. പപ്പൻ ഒരു ദിവസം രാത്രി മോഷ്ടിക്കാൻ ഇറങ്ങി. അന്നൊരു കറുത്തവാവായിരുന്നു. പപ്പന് ഒരു തോന്നൽ, ഇവിടുന്ന് മോഷ്ടിച്ച് എന്ത് കിട്ടാനാ? താഴ്വാരത്ത് പോയാൽ കാര്യമായിട്ട് എന്തെങ്കിലും തടയും. പപ്പൻ മലയിറങ്ങാൻ തീരുമാനിച്ചു. പകല് മനുഷ്യർ സഞ്ചരിക്കാൻ ഭയക്കുന്ന വഴികൾ. പപ്പന് ചെറിയ ഭയമുണ്ടായിരുന്നു. പപ്പൻ മലയിറങ്ങാൻ തുടങ്ങി. മലഞ്ചെരുവുകളിലൂടെ വെറും കാലിൽ നടന്ന പപ്പനെ കാല് കഴച്ചു. അല്പം വിശ്രമിക്കാമെന്ന് കരുതി ഒരു മരത്തിൽ കയറി. അപ്പോൾ ദൂരെ ഒരു സർപ്പക്കാവ് കണ്ടു. പപ്പൻ ശബ്ദമുണ്ടാക്കാതെ അങ്ങോട്ട് നടന്നു. നാഗദേവതയുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ഒരു തിളക്കം കണ്ടു. പപ്പൻ അവിടെ നിന്നു. നാഗമാണിക്യം എന്നാൽ എന്താണെന്ന് അറിയാത്ത പപ്പന് അതൊരു കൗതുകം മാത്രമായിരുന്നു. പപ്പൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അടുത്തു ചെന്നു. പൂർണ്ണ വളർച്ചയെത്തിയ സർപ്പത്തിന്റെ തലയിൽ നിന്നായിരുന്നു ആ വെളിച്ചം. പപ്പന് ഭയവും ഭക്തിയും തോന്നി. നാഗദേവതയാണെന്ന് കരുതിയ പപ്പൻ സർപ്പത്തിനെ ദൂരെ നിന്ന് തൊഴുതാൻ തുടങ്ങി. പപ്പൻ നിരീക്ഷിക്കുന്നത് കാണാത്ത സർപ്പം നാഗമാണിക്യം തുപ്പി. സർപ്പം ഇരതേടി ഇറങ്ങി. തനിക്ക് നാഗദേവത തന്ന വരമാണെന്ന് കരുതി പപ്പൻ മാണിക്യം എടുത്തു. നടക്കാൻ തുടങ്ങി. നാഗമാണിക്യം കിട്ടിയ സന്തോഷത്തിൽ പപ്പൻ തന്റെ കുടിലിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് നടുക്കാട്ടിൽ വെച്ച് ഒരു കാഴ്ച. കോവിലകത്തെ തമ്പുരാൻ പുലിയുടെ ആക്രമണത്തിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നു. തമ്പുരാനെ തോളിൽ കയറ്റി പപ്പൻ കാടിന്റെ നടുവിലൂടെ താഴ്വാരത്തുള്ള കോവിലകത്തേക്ക് പോയി. തമ്പുരാനെ ചികിത്സിച്ചു. തമ്പുരാന് ഭേദമായി. തന്നെ രക്ഷിച്ച പപ്പന് തമ്പുരാൻ കുറച്ച് ഭൂമി നൽകി. കൃഷി ചെയ്യാൻ വിത്തുകൾ കൊടുത്തു. എല്ലാം നാഗമാണിക്യത്തിന്റെ ശക്തിയാണെന്ന് കരുതി പപ്പൻ നാഗമാണിക്യം ആരുടെയും കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചു. അനേകം